ഇന്ന് നമുക്കൊരു ഗ്രീൻ ബീൻസ് തോരൻ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 2 ഗ്ലാസ് ഗ്രീൻ ബീൻസ് എടുത്തിട്ട് ഞാൻ ഇന്നലെ കഴുകി കുതിർത്താൻ വെച്ചതാണ്. അപ്പോൾ അതിന്ന് ഞാനെടുത്ത് കഴുകി വൃത്തിയാക്കി നമുക്ക് കുക്കറിലിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് അടച്ച് കുക്കർ വേവിക്കാൻ വയ്ക്കാം. അപ്പോൾ ചട്ടി വെച്ച് അതിൽ ഞാൻ 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 2 ചെറിയ സബോള ഇട്ട് കൊടുക്കുകയാണ്, ചെറുതായി അരിഞ്ഞ്. വല്ലാണ്ട് വഴറ്റി നമ്മൾ എടുക്കേണ്ട, സബോള മുരിക്കൊന്നും വേണ്ട. ഇപ്പോൾ ഇതായി വന്നപ്പോൾ ഞാൻ അതിലേക്ക് ഒരു 5-8 വെളുത്തുള്ളിയാണ് ഇടുന്നത്. പിന്നെ ഒരു 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായി വഴന്ന് വരുന്ന വരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ മുളകൊന്നും അധികം ചേർക്കണില്ല, ചുവന്ന മുളക്, കാരണം അപ്പോൾ ഗ്രീൻ ബീൻസ് കറിയുടെ കളർ തന്നെ മാറിപ്പോവും. അപ്പോൾ കുരുമുളകും അതുപോലെ ഇപ്പോൾ പച്ചമുളക് നല്ല എരിവുള്ള പച്ചമുളകാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. അപ്പോൾ കുറച്ച് വേപ്പില ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളറ് മാറാതെ എടുക്കണം നമ്മൾ ഗ്രീൻ ബീൻസ്. അപ്പോൾ ഒരു 3 മുട്ട ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. അത് നമുക്ക് അടിച്ചെടുക്കാം, അടിച്ച് മാറ്റി വയ്ക്കാം. ഗ്രീൻ ബീൻസ് അധികം അത്ര അങ്ങോട്ട് വെന്തുടയാൻ പാടില്ല, പക്ഷെ എൻ്റെ ഗ്രീൻ ബീൻസ് സ്വല്പം വേവ് കൂടുതലായിട്ടുണ്ട്. അപ്പം അത്രയും ഉടയ്ക്കാതെ എടുത്തോളൂ നമ്മൾ. അപ്പോഴാണ് കാണുമ്പോൾ ഒന്നുകൂടി നല്ല ഭംഗി ഉണ്ടാവുക. ടേസ്റ്റൊക്കെ ഒന്ന് തന്നെ, എന്നാലും കാണുമ്പോൾ ഒന്നുകൂടി രസമുണ്ടാവും. അപ്പോൾ ഇതിലേക്കുള്ള പൊടി ഉള്ളത് 1/2 സ്പൂണ് മുളക് പൊടി, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, ഗരം മസാല 1 സ്പൂണ് ചെറുത്, ഒരു ചെറിയ സ്പൂണ് കുരുമുളക് പൊടി. ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് കുരുമുളക് എരിവിന് ഞാൻ അധികം അങ്ങോട്ട് ചൊടിയായിട്ടുള്ള കുറച്ച് അത്യാവശ്യം മുളകായി. ഇപ്പോൾ നല്ല എരിവുള്ള 2 പച്ചമുളകാണ്, പിന്നെ കുരുമുളക് ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ആവശ്യത്തിന് ഞാൻ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നേരത്തെ നമ്മൾ ഗ്രീൻ ബീൻസിലേക്ക് ഞാനൊരു 1/2 സ്പൂണ് ഉപ്പിട്ടിട്ടുള്ളൂ. അപ്പോൾ ഈ കറിയാക്കി വരുമ്പോൾ പിന്നെ അതിൽ ഉപ്പ് പാകമില്ലാണ്ട് വരും. അപ്പോൾ ഈ മുട്ട അടിച്ച് വെച്ച് ഞാൻ അതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ്. നല്ല മണിമണിയായിട്ട് കിടക്കുന്നതാണ് ഗ്രീൻ ബീൻസ് കറി കാണാൻ ഒരു ഭംഗി. എൻ്റെ ഒരു സ്വല്പം വേവ് ഇതായിട്ടുണ്ട്. ഞാൻ വല്ലാണ്ട് എനിക്ക് വേവിക്കാണ്ട് എടുക്കാനും പറ്റില്ല, അപ്പന് കൊടുക്കാനുള്ളതാണ്. അപ്പോൾ അവന് നന്നായി വെന്താണ് കഴിക്കാൻ ടേസ്റ്റ് ഇഷ്ടമുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞാൻ ഒന്ന് വേവിച്ചോട്ടെ എന്ന് വെച്ചപ്പോൾ അത് ഒന്ന്. അപ്പോൾ മുട്ട ഇങ്ങനെ നന്നായി ഉലർത്തിയെടുക്കണം കേട്ടോ. നന്നായി കുനുകുനാന്ന് ഉലർത്തിയെടുത്തതിന് ശേഷം ഒരു ചെറിയ നാളികേരത്തിൻ്റെ അരമുറി നാളികേരം ഞാൻ ഇതിലിട്ട് കൊടുക്കുന്നുണ്ട്. ഇതൊക്കെ ചേരുമ്പോഴാണ് കറിക്ക് നല്ല ടേസ്റ്റ് വരുന്നത്. അപ്പോൾ അതൊന്ന് നന്നായി എല്ലായിടത്തും ചേർന്ന വിധത്തിലാക്കി കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ ഗ്രീൻ ബീൻസിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇളക്കി യോജിപ്പിക്കുക. അപ്പോൾ നമ്മുടെ കറി റെഡിയായി കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രീൻ ബീൻസ് തോരൻ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു.